ശിവ, എങ്ങനെയായി പുഴയൊന്നും കിടക്കുക? വഞ്ചിയൊന്നും കാണുന്നില്ലല്ലോ. വന്ദനം. വന്ദനം. ഒരു സന്യാസി വര്യന്റെ ക്ഷണപ്രകാരം മലയനാട്ടിൽ യജ്ഞപൂജാ തന്ത്രവിദ്യകൾ ചെയ്യുന്നതിനായി വന്നവരാണ് ഞങ്ങൾ. ഞങ്ങളും അപ്രകാരം തന്നെ എത്തിയവരാണ്. ഓ, പക്ഷേ മലയനാട്ടിൽ എത്താൻ ഈ പുഴയൊരു വിഘാതമാണല്ലോ. ഇതിനെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ചിന്തിച്ച് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. തരണം ചെയ്താലല്ലേ അക്കരയ്ക്ക് എത്താൻ കഴിയുള്ളൂ. ശ്രമിച്ചു നോക്കല്ലേ. വരിക. ഓഹോ, വരുണഃ ശുക്ലവർണ്ണസ്തു ദ്വിഭുജഃ പാശഹസ്തകഃ സർവാഭരണസംയുക്തഃ കരണ്ഡമകുടാന്യുതഃ പീതവസ്ത്രധര ശാന്തോ മഹാബലസമന്യുതഃ യജ്ഞസൂത്രസമായുക്തോ മകരാസനസംസ്ഥിതഃ. വരിക. പ്രണാമം സ്വാമി. പ്രണാമം. പ്രണാമം. തന്ത്രാഗമങ്ങളുടെ തമ്പുരാന്മാർക്ക് മലയദേശത്തിലേക്ക് സ്വാഗതം. മഹാദേവന്റെ അനുഗ്രഹത്താൽ ഈ നാടിനെ ഉദ്ധാനം ചെയ്ത പരശുരാമനാണ് നാം തന്നെയാണ് നിങ്ങളെ ഈ നാട്ടിലേക്ക് ക്ഷണിച്ചതും. നമ്മുടെ തീരുമാനം ഉചിതമായെന്ന് നമുക്ക് ഉത്തമ ബോധ്യമായി. നീണ്ട നാളത്തെ സത്സാധനയും അപാര പാണ്ഡിത്യവുമുണ്ടെങ്കിൽ മാത്രമേ വരുണപ്രീതിയോടെ ഈ പുഴ കടക്കാൻ സാധിക്കുകയുള്ളൂ. ജലത്തിനു മീതെ പുഴയെ തരണം ചെയ്ത നിങ്ങളും നിങ്ങളുടെ പരമ്പരയും ഇനി മുതൽ തരണനെല്ലൂർ തന്ത്രിമാർ എന്നറിയപ്പെടും. ജലത്തിന് താഴെ വീഥി തെളിയിച്ച് മലയാള ദേശത്തിലേക്കെത്തിയ നിങ്ങൾ താഴമൺ തന്ത്രിമാർ എന്നും അറിയപ്പെടും. സന്തോഷം. അങ്ങയുടെ ദർശനം ലഭിച്ചത് തന്നെ വലിയ പുണ്യമായി കരുതുന്നു. അതെ, ഇതുപോലൊരു മഹാഭാഗ്യം സുഹൃതികൾക്ക് മാത്രമേ ലഭിക്കൂ. അങ്ങയെ ദർശിച്ചത് സാക്ഷാൽ മഹാദേവനെ ദർശിച്ചതിന് തുല്യാണ്. അങ്ങയുടെ നാട്ടിൽ താന്ത്രിക കർമ്മം ചെയ്യാൻ സാധിക്കുന്നത് മഹാഭാഗ്യമായി കരുതുന്നു.
ഞങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് അങ്ങേ എന്നെ അരളി ചെയ്താലും. മറ്റ് നാടുകളിൽ നിന്നും വ്യത്യസ്തമായ ക്ഷേത്ര നിർമ്മാണവും താന്ത്രിക രീതികളുമാണ് നമുക്കിവിടെ വേണ്ടത്. മഹാപണ്ഡിതന്മാരായ നിങ്ങൾക്കറിവുള്ളതും എന്നാൽ മറ്റു നാടുകളിൽ പ്രയോഗത്തിലില്ലാത്തതുമായ ഷോഡശോപചാരങ്ങളും ഷോഡശക്രിയകളും 68 മുദ്രകളോട് കൂടിയ പൂജാ സമ്പ്രദായങ്ങളും ഇവിടെ പിന്തുടരേണ്ടതാണ്. ശൈവ ശാക്തേയ ശാസ്താക്ഷേത്രങ്ങളുടെ താന്ത്രികാധികാരം താഴമൺ തന്ത്രിമാർക്കും വൈഷ്ണവവും വൈഷ്ണവാംശവുമായ മറ്റ് ക്ഷേത്രങ്ങളുടെ താന്ത്രിക അധികാരം തരണനെല്ലൂർ തന്ത്രിമാർക്കുമായിരിക്കും. അങ്ങനെയാകട്ടെ സ്വാമി. മംഗളം ഭവന്തു. അങ്ങനെ ആ ബ്രാഹ്മണർ കേരളദേശത്തെത്തി. അതിലൊരു കൂട്ടരെ താഴമണ്ണെന്നും രണ്ടാമത്തെ കൂട്ടരെ തരണനെല്ലൂരെന്നും അറിയപ്പെടുന്നു. ഗുരുജി, എങ്ങനെയാണ് അവർക്ക് ഈ പേര് കിട്ടിയത്? ഇക്കരെ എത്താൻ ബുദ്ധിമുട്ടി നിന്ന അവരുടെ താന്ത്രിക വിദ്യയിലെ കഴിവുകൾ പരീക്ഷിക്കുകയായിരുന്നു സാക്ഷാൽ പരശുരാമൻ. അങ്ങനെ ഒരു കൂട്ടർ ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് പുഴയുടെ മുകളിലൂടെ ഇക്കരെ എത്തി. അവരെ തരണനെല്ലൂരെന്നും നദിയെ കരയാക്കി താഴെത്തട്ടിലെ മണലിലൂടെ അക്കരെ എത്തിയ കൂട്ടരെ താഴമണ്ണെന്നും അറിയപ്പെടും. ആരൊക്കെയാണ്? ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം തന്ത്രി കുടുംബങ്ങൾക്കാണ്. അവരെ ഈശ്വരതുല്യരായി കാണണം. ചിത്രരാമായണത്തിൽ അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നന്നായി സ്ഥിതി ചെയ്യും ഈശ്വര സ്വരൂപത്തെ തന്ത്രിയെപ്പോലെ പൂജിച്ചിടാം. മനസ്സിലായോ? അങ്ങനെ തന്ത്രിമാർ ഇവിടെ എത്തി. ഇനി ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടത് ആരാണ്? അതായത് കല്ലാശാരിമാർ. അപ്പോൾ കേരളദേശത്ത് ശില്പിമാരുണ്ടോ? അതിനാൽ പരദേശത്തെ കല്ലാശാരിമാരെ കൊണ്ടുവരാനായി താഴമണ്ണിലെ ചില ദൂതന്മാർ അവിടേക്ക് പുറപ്പെട്ടു. വരൂ. അണ്ണാ, അന്യദേശത്ത് നിന്ന് അണ്ണനെ കാണാൻ വന്നവരാണ്. നമസ്തേ. നമസ്തേ. പറയൂ, എവിടുന്ന? എന്താ വരാൻ കാരണം? പരശുരാമ മഹർഷിയാൽ സാഗരോദ്ധാരണം ചെയ്യപ്പെട്ട മലയനാട്ടിൽ നിന്നെത്തിയ ദൂതരാണ് ഞങ്ങൾ. പല നാട്ടിൽ നിന്നും ജനസമൂഹങ്ങൾ മലയാള നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ജനരക്ഷയ്ക്കായി അവിടെ ക്ഷേത്രങ്ങൾ തീർക്കേണ്ടതുണ്ട്. പക്ഷേ കൽമണ്ഡപങ്ങളും വിഗ്രഹങ്ങളും ശിലയിൽ തീർക്കാൻ ആ നാട്ടിൽ ആരുമില്ല. തെക്കൻ ഭാരതത്തിലെ ക്ഷേത്ര നിർമ്മാണ കലയിൽ അങ്ങേ വെല്ലാൻ ആരുമില്ലല്ലോ. തഞ്ചാവൂരും താരാസുരവും കാഞ്ചീപുരവുമെല്ലാം ഉത്തമോദാഹരണങ്ങളല്ലേ? അങ്ങ് ശിഷ്യന്മാരുമായി മലയനാട്ടിൽ വന്ന് ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും കൽമണ്ഡപങ്ങളുമെല്ലാം തീർത്തു തരുവാൻ മനസ്സുണ്ടാവണം. ഇവിടെ തന്നെ തീർക്കാൻ കഴിയാത്തത്ര പണിത്തിരക്കാണ്. നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഒരുപാട് ജോലികൾ തീർക്കേണ്ടതുണ്ട്. ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിച്ച ശേഷം അങ്ങ് തിരിച്ചാൽ മതി. ദേവകാര്യമല്ലേ, എല്ലാം പെട്ടെന്ന് ഭംഗിയായി നടക്കും. അതെ, ദേവകാര്യങ്ങൾ നിഷേധിക്കുന്നത് ഉചിതമല്ല. ഇതൊരു ഭാഗ്യമായും നിയോഗമായും കരുതുന്നു. ഏറ്റെടുത്ത ജോലികൾ പൂർത്തിയായ ഉടനെ ഞങ്ങൾ യാത്ര തിരിക്കാം. സന്തോഷം. കുടുംബമായി വരിക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. അങ്ങനെയാവട്ടെ.
ബാ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. കാട്ടിലൂടെ വരുമ്പോ വന്യമൃഗങ്ങൾ ആക്രമിക്കുമോ എന്നുള്ള പേടി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടായിരുന്നു. ഭഗവാൻ കാത്തു. നിങ്ങൾക്ക് താമസിക്കുവാനും മറ്റുള്ള സൗകര്യങ്ങൾ ഇതാ അവിടെ തയ്യാറാവുകയാണ്. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെല്ലാം എപ്പോഴും ഇവിടെ ഉണ്ടാവും. സന്തോഷം. പരശുരാമ മഹർഷി. വന്ദനം മഹാത്മാവേ. വന്ദനം. താഴമൺ തന്ത്രി. വന്ദനം തിരുമേനി. വന്ദനം വന്ദനം. വന്ദനം. മലയനാട്ടിലേക്ക് സ്വാഗതം. അങ്ങയുടെ അനുഗ്രഹീതമായ കരങ്ങളുടെ വിരുത് തീർച്ചയായും ഇന്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ മാറ്റുകൂട്ടും. അടിയങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി തീർക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഉം. അവിടുത്തെ ആശീർവാദം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം മംഗളമായി തീരും. ദേവശില്പി വിശ്വകർമാവിനാൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ക്ഷേത്ര നിർമ്മാണ രീതിയാണ് നാം ഇവിടെ പിന്തുടരേണ്ടത്. മറ്റൊരു നാട്ടിലും കാണാത്ത പ്രത്യേകത ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കുണ്ടാകും. ശ്രീകോവിലും മണ്ഡപങ്ങളുമെല്ലാം വ്യത്യസ്തമായിരിക്കും. ദേവശില്പിയിൽ നിന്നും ലഭിച്ച ഉപദേശങ്ങൾ നാം നിങ്ങൾക്ക് യഥാസമയം നൽകിക്കൊള്ളാം. അടിയന്റെ ഭാഗ്യം. ഇവിടെ നമുക്ക് ആവശ്യം ശാസ്താവിന്റെ ബാലഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. ദർശനം കിഴക്കോട്ടുമായിരിക്കണം. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മേടമൊന്ന്. അന്ന് തന്നെ പ്രതിഷ്ഠാകർമ്മവും നടത്തണം. ആയതിനാൽ അഹോരാത്രം പണിയെടുത്താൽ മാത്രമേ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. മേടം ഒന്നിന് അധിക നാളില്ലല്ലോ സ്വാമി. ശുഭാപ്തി വിശ്വാസമാണ് ഏത് പ്രവൃത്തിയുടെയും തുടക്കത്തിന് അഭികാമ്യം. നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക, ഫലം ഭഗവാൻ തരും. അങ്ങനെ ആവട്ടെ തിരുമേനി. एकदन्ताय विद्महे वक्रतुण्डाय धीमहि तन्नो विघ्नः प्रचोदयात्. എല്ലാം തികഞ്ഞ പുരുഷശില. ബാലശാസ്താവായ കുളത്തൂപ്പുഴയപ്പന്റെ മനോഹര രൂപം ഈ ശിലയിൽ ഭഗവത് കടാക്ഷത്താൽ ഞാൻ കൊത്തിയെടുക്കും. ഭഗവാനെ ധർമ്മശാസ്താവേ, അനുഗ്രഹിക്കണേ. അയ്യോ, പാമ്പ്! അരക്ഷിതാവസ്ഥകളിൽ മനുഷ്യരാശിക്ക് അഭയം, ദൈവത്തിലുള്ള സമർപ്പണം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്ര
പ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോല